വള്ളംകളി എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഭയങ്കര ഒരു ഹരമാണ്. അതായത് ജസദ് വന്നപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വള്ളംകളിയെയും ചവിട്ടുനാടകത്തെയും ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ നാടാണ് ഗോതിർത്ത്. അപ്പോൾ ഞങ്ങൾ ഗോതിർത്ത് എത്തിയപ്പോഴേക്കും ജലഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കടന്നു പോവുക. ഈ സമയത്ത് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് പോകുന്നത് പോലെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ തുടകളൊക്കെ ചലിപ്പിച്ച് ആ കല്ലായം വിളിക്കുന്നതിന് പകരം വേണമെങ്കിലും ഒന്ന് കൊത്തിയെറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ തുടകൾ ചലിപ്പിച്ചുകൊണ്ട് ഭംഗിയായി. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ജോഷിയാണ്. ജോഷിയും ഒരു ഗോതിർത്തുകാരനാട്ടോ. പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ആൻ്റണിയും പിന്നെ റോബൻ ബ്രോ ആയിരുന്നു. മുസ്ലിസ് വള്ളംകളി ഇപ്പോൾ ജസാദ് ഒരു എനിക്ക് തോന്നുന്നു 12 വർഷത്തെ പഴക്കമുണ്ട്. അതിക്കുമ്പോൾ ഒരു വള്ളംകളിയുണ്ട് നമ്മുടെ GBR, അന്ന് ജസാദ് വന്നില്ല. പിന്നെ വള്ളംകളി എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഭയങ്കര ഒരു ഹരമാണ്. അതായത് ജസദ് വന്നപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം അത്ര സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടുണ്ടാവും ഈ വള്ളംകളിക്ക്. ഒരു 6 ഓടി ഗോതിരത്തിന് ഒരു 6 ഓടി ഉണ്ട്, ഓരോരുത്തരുടെ സ്വന്തം ഓടി എന്ന് പറയാം. പിന്നെ ഇതിൽ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ട്രെയിനിങ്, അത് കുറേ നാളത്തെ ട്രെയിനിങ് ഉണ്ട്, വൈകിട്ട് ട്രെയിനിങ് ഉണ്ട്, ഭയങ്കര ചിലവുണ്ട്. ഇതിന് നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്. കാരണം ഞാനും വലിക്കാൻ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ വൈകിട്ട് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ട്രെയിനിന് പോയി കഴിഞ്ഞാൽ അവിടെ അതിനനുസരിച്ചുള്ള ഹെൽത്തി ഫുഡ് ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഇതുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഓരോരുത്തരുടെ കഷ്ടപ്പാടുണ്ട്. വഞ്ചില ക്യാപ്റ്റൻസി ഞാൻ GBRൽ ക്യാപ്റ്റൻസി എടുത്തായിരുന്നു. ഞാൻ മാത്രമല്ല, മാർസൻ എൻ്റെ ചേട്ടനാണ്. മാർസൻ പിന്നെ റോബൻ ഇവരൊക്കെ ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്നവരൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ വലിക്കാർ, അങ്ങനെ ഒത്തൊരുമിച്ചുള്ളൊരു പ്രയത്നം ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ ആൻ്റണി അറേഞ്ച് ചെയ്ത് തന്ന സിബിൻ ബ്രോയുടെ വഞ്ചിയിലേക്ക് കയറിയിട്ടാണ്. സിജോയും നിഖിലുമാണ് വഞ്ചി തുഴഞ്ഞത്. ഈ വഞ്ചി കയറി നമ്മൾ പോകുന്നത് ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. അപ്പോഴേക്കും ബോട്ട് റേസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആവേശത്തിൽ നിന്ന് പിറവിയെടുത്ത മയിൽപീലിയാണെങ്കിൽ വള്ളംകളിയെ നെഞ്ചോട് ചേർത്ത ഒരു പറ്റം സുഹൃത്തുക്കളുടെ കളിവെള്ളമായ പമ്പാവാസനം അങ്ങനെ കടന്നു വരുമ്പോൾ എന്തൊരു മത്സരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികൾക്ക് ആവേശം മാറുന്നുണ്ട്. മധ്യകേരളത്തിന്റെ ഇരുട്ടുകുത്തി ഭീകരടി വിഭാഗത്തിന്റെ വഞ്ചിയിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആമേലിൽ കുറേ സീൻസ് ആയിരുന്നു. കൂട്ടത്തിൽ കുറച്ച് പേടിയും. കുറേ നാളായി നമ്മൾ വഞ്ചിയിലേക്ക് കയറിയിട്ട്, അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മെയിൻ സ്റ്റേജ്. അതുപോലെ ഇതാണ് ഫിനിഷിംഗ് പോയിൻ്റ്. ഫിനിഷിംഗ് പോയിന്റിൽ നല്ല റഷായിരുന്നു കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മൾ മടിയൻ വഞ്ചീനെ കണ്ടത്. കിഡിലിനായിട്ട് ആർട്ട് വർക്ക് ചെയ്ത ഒരു അടിപൊളി വഞ്ചി. വഞ്ചിയുടെ പേരാട്ടോ മടിയന്ന്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. മെയിൻ സ്റ്റേജിൽ കയറാനുള്ള പാസ് നമുക്ക് കിട്ടിയിട്ടാണ്. ആ പാസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് റോബൻ ബ്രോ ആടാ. അമരമാണ് വഞ്ചിനെ നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിക്കുന്നത് വെച്ചാൽ വഞ്ചി അല്ലെങ്കിൽ ഇടയ്ക്ക് പാളും. കാരണം അത്ര ശക്തിയായിട്ടുള്ള വലിയാണ്, അത്ര ഫോഴ്സ് ഉണ്ട്. വലി കണ്ടല്ലോ,
അപ്പോൾ അത് നിയന്ത്രിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അമരക്കാരൻ്റെ ഒറ്റ കഴിവാണ്. അമരക്കാരൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഫിനിഷിംഗ് പോയിൻ്റ് വരെ അമരക്കാരന് കഴിവുണ്ട്. പിന്നെ ഞങ്ങൾ പയ്യെ പോയത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ജിബിൻ സാറിനെ പരിചയപ്പെട്ടത്. ഇല്ല, വഞ്ചി പിടിച്ചിട്ടില്ല. 5 മിനിറ്റ് സമയം കൊടുക്കാൻ പറഞ്ഞിട്ട് വള്ളങ്ങളോട് സൈഡിൽ ഒതുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് ജിബിൻ എന്നാണ്. മധ്യകേരളത്തിൽ സ്റ്റാർട്ടറായിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത് വരുന്നു. ഇന്ന് മുസ്രീസ് 15ാമത് ജലോത്സവത്തിൻ്റെ സ്റ്റാർട്ടറുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ മത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ 6 വള്ളങ്ങളുടെ മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിഭാഗത്തിലെ ഹീറ്റ്സ് മത്സരങ്ങളുടെ 2 മത്സരങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സമയാടിസ്ഥാനത്തിലാണ് ഏറ്റവും ഭംഗിയായും ചിട്ടയോടുകൂടി നടത്തപ്പെടുന്ന ഒരു ജലോത്സവമാണ് മുസ്ലിം ജലോത്സവം. മുൻകാലങ്ങളിലൊക്കെ ഇത് പുറകെ നിന്ന് വലിച്ചു വരുമ്പോൾ വിടുന്ന ഒരു സിസ്റ്റം വരുന്നു. ഞാനൊക്കെ സ്റ്റാർട്ടിൻ്റെ മേഖലയിലൂടെ കടന്നു വരുന്ന സമയത്ത്. പിന്നീട് അത് നമ്മൾ ഓരോ ഘട്ടത്തിലും അത് മാറ്റി നിർത്തി പറഞ്ഞ് ആദ്യമൊക്കെ ഒരു വഞ്ചി സ്റ്റാർട്ട് വിടുന്നതിനൊക്കെ ഒരു 40 മിനിറ്റ് എല്ലാം സമയം എടുത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീടത് ആ സമയത്ത് മാറി നമ്മളോടൊരു വിശ്വാസം അവർക്കുണ്ടായി. അവരോട് നമ്മൾ പെരുമാറുന്നൊരു രീതിയും മറ്റു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ അവർ നിർത്തിയിട്ട് സഹകരിക്കും. തൊഴിൽക്കാരുടെ സഹകരണത്തോട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വരച്ച വരയിൽ എന്ന നിലയിൽ തന്നെയാണ് വള്ളങ്ങൾ എല്ലായിടത്തും സ്റ്റാർട്ട് വിടുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് തൊഴിൽക്കാർക്ക് തന്നെയാണ്. അവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മൾ അവരോട്ടുള്ളൊരു സഹകരണം കൊണ്ട് സക്സസ് ആയിട്ട് പോകുന്ന നാളെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ദേവാനഗരത്തിൽ പോകുന്നു. ഇപ്പം നമ്മൾ മുസ്ലിസിൻ്റെ വള്ളങ്ങളുടെയാണ് ജസാദ് വന്ന് ഷൂട്ട് ചെയ്തേക്കുന്നത്. അധികമുള്ള വള്ളംകളി സെപ്റ്റംബറിൽ ഒരു വള്ളംകളിയുണ്ട്. GPR എന്ന് വെച്ചാൽ SSC ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. പെരുന്നാളിൻ്റെ അനുബന്ധിച്ച് നടക്കുന്നത്, ഗുരുസിൻ്റെ പെരുന്നാളിൻ്റെ അനുബന്ധിച്ച് നടക്കുന്നതാണ്. അത് 88 വർഷത്തെ പഴക്കമാണ് ആ വള്ളംകളിക്കുള്ളത്. അപ്പോൾ തുടക്കം ഗോതിരത്തിലെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ GPR വള്ളംകളി അത് എല്ലാവരും ഓർത്തിരിക്കും. ആ വള്ളങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രവാസികൾ നാട്ടിൽ നിന്ന് പോയിരിക്കുന്ന എത്രയോ പ്രവാസികളുണ്ട്. അതിലൊരു എനിക്ക് തോന്നുന്നു 80% ഈ പ്രവാസികളും അവിടെ എത്തിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ലൈവ് പ്രോഗ്രാമൊക്കെ പോകുന്നുണ്ട്. എന്നാലും അവരെത്തും ആ വള്ളം. കാരണം വള്ളങ്ങളോട് ഭയങ്കര ഒരു പ്രണയമാണ് എല്ലാവർക്കും. ഗോതിരത്ത് വെച്ച് കണ്ട ഒരു വേറിട്ട കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. ഇദ്ദേഹം നിരവധി ന്യൂസ് ചാനലിൽ വന്ന ആളാണ്. ഇതാണ് റോബനും ഗ്യാങ്ങും. നമ്മുടെ ക്യാമറയിൽ സൂം ലെൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വൈഡ് ഷോട്ടായിട്ട് കിട്ടിയ. പിന്നെ ഞാനും ജോഷിയും മെയിൻ സ്റ്റേജിലേക്ക് കയറിയിട്ടാ. മെയിൻ സ്റ്റേജിൽ നിന്നാണ് നമ്മൾ സെമി ഫൈനലും ഫൈനലും എല്ലാം കണ്ടത്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുമ്പോൾ ഒപ്പത്തിനൊപ്പമുള്ള ഒരു പരിശ്രമത്തിന് അവര് ശക്തമായി ശ്രമിച്ചുകൊണ്ട് കടന്നു പോകുന്നു. 2 വള്ളങ്ങളും ഏതാണ്ട് ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സെമി ഫൈനൽ മത്സരം ആരംഭിച്ചപ്പോൾ എ ട്രാക്കിലൂടെ കടന്നു വരുന്ന ജിബി തട്ടകൻ ഗോതിരത്ത് കൂട്ടായ്മ ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ സാലി പാത്രക്കടവിൽ അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ ബിനോയ് സത്താറേലൻഡ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനും കല്ലറക്കൽ ഹാർഡ്വെയർസ് ആൻഡ് പെയിൻ കുര്യാപ്പള്ളി തുരുത്തിപ്പുറം അതിന്റെ മുഖ്യ സ്പോൺസറായി നിൽക്കുമ്പോൾ അതിന്റെ അടിയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസിക്കയുണ്ട്, അമരത്ത് ജിത്തേട്ടനുണ്ട്. എങ്കിൽ ഈ ട്രാക്കിലൂടെ കടന്നു വരുന്ന വടക്കുംപുറം പുനർജനി ബോട്ട് ക്ലബ്ബ് വടക്കുംപുറത്തിന്റെ കൈക്കരുത്തിൽ ജോഡി പുത്തേഴത്ത് അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട ജോഡി ചേട്ടൻ ഗോതിരത്തിന്റെ മാലാക എന്ന് നമ്മളൊക്കെ പറയുന്ന പ്രിയപ്പെട്ട ജോഡി ചേട്ടൻ അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ സിൻഡോ ഗോതിരത്ത് അതിന്റെ അടിയത്തുണ്ട്, തിലകൻ അതിന്റെ അമരത്തുണ്ട്. വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആര് വിജയിക്കും എന്റെ പ്രിയപ്പെട്ടവരെ? ഒപ്പത്തിനൊപ്പമല്ലേ ജിബി തട്ടകനാണോ, വടക്കുംപുറയാണോ, സിൻഡോയാണോ, ഹാരിസിക്കയാണോ, ജിത്തേട്ടനാണോ, തിലകൻ ചേട്ടനാണോ? എല്ലാവരും കുരിഞ്ഞു പോരാടുമ്പോൾ ഒരൽപ്പം മുൻപിൽ സിംഹരാജൻ വടക്കുംപുറമാണോ? ഇല്ല, ജിബി തട്ടകനാണ്. ഇല്ല, ഒപ്പമുണ്ട് വടക്കുംപുറം. ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് 2 കളിവള്ളങ്ങളും. പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കുക സ്കൂബ ടീം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കളിവള്ളം ഒന്ന് മറിഞ്ഞിട്ടുണ്ട്. ഒന്ന് അടിയന്തരമായിട്ട് നമ്മളാരും നോക്കി നിൽക്കരുത്. ബി ട്രാക്കിലൂടെ കടന്നു വന്ന വടക്കുംപുറം വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു.
ബി ട്രാക്കിലൂടെ കടന്നു വന്ന വടക്കുംപുറം വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. പുത്തൻപറമ്പിലെ ഗോതിരത്തിന്റെ മാനസപുത്രനും ഗോതിരത്തിന്റെ പ്രിയപ്പെട്ട പുത്തൻപറമ്പിലും തമ്മിൽ ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞ് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒന്ന് കുതിച്ച് ചാടി കയറി മുന്നോട്ട് കടക്കുമ്പോൾ ഇവിടെ വിജയം ആരുടെ കൂടെയാണെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉജ്ജ്വലമായ മത്സരം കടന്ന് ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി നിർണ്ണയിക്കുന്നതിന് സാഹചര്യമുണ്ടാക്കി. ഫിനിഷിംഗ് പോയിന്റിലുണ്ട് സ്റ്റാർട്ടിംഗ്. ഗോകുലത്ത് 15ാമത് മുസരീസ് ജലോത്സവത്തിന്റെ എ ഗ്രേഡിലെ 1ാം സെമി പാദ മത്സരത്തിൽ എ ട്രാക്കിലൂടെ കടന്നു വന്ന ഗോതുരുത്ത് പുത്രൻ വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. എ ട്രാക്കിലൂടെ കടന്നു വന്ന ഗോതുരുത്ത് പുത്രൻ വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. ആ കുട്ടിക്കൂട്ടം അറിയും തലയും നുറുക്കി ഒപ്പത്തിനൊപ്പം പോരടിച്ചുകൊണ്ട് എന്തു മത്സരമാണ്. ഒരൽപ്പം മുമ്പിൽ ഗരുഡനാണോ ഇല്ല ഗരുഡ നിനക്ക് ഞാൻ വിട്ടുതരിക എന്ന് പറഞ്ഞുകൊണ്ട് തുരുത്തിപ്പുറം ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് കട്ടക്ക് കട്ട് ഒപ്പത്തിനൊപ്പം പോരടിച്ചുകൊണ്ട് ആര് വിജയിക്കും? ഗരുഡനാണോ തുരുത്തിപ്പുറമാണോ? ആവേശപ്പോര് അവസാന ലാപ്പിലേക്ക് തുടങ്ങുമ്പോൾ ഗരുഡൻ തന്നെ ഒരൽപ്പം മുമ്പിലേക്ക് ഇല്ല തുരുത്തിപ്പുറം ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് തുരുത്തിപ്പുറം എ ഗ്രേഡിലെ 2ാം സെമി ഫൈനൽ മത്സരത്തിൽ ബി ട്രാക്കിലൂടെ കടന്നു വന്ന ഗരുഡൻ വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. ബി ട്രാക്കിലൂടെ കടന്നു വന്ന ഗരുഡൻ വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. വാട്ടർ ട്രാക്കിലൂടെ ഏതാണ്ട് സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഏതാണ്ട് 2-3 കുറ്റിപ്പാട് മത്സരം പിന്നിട്ട് കഴിഞ്ഞ സമയത്ത് 2 വള്ളങ്ങളും തുല്യ ശക്തി കാഴ്ചവെച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് അതിന്റെ മുൻതരകള് ഇരു നിരയിലേക്കും ഇരുവശങ്ങളിലേക്കും ജലഗണങ്ങളെ കോരിയെറിയുന്ന മഹത്തായ കാഴ്ച ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര സുന്ദരമാണ്. ഒരു ഫൈനൽ മത്സരം എന്തായിരിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു മത്സര വീര്യം കാഴ്ചവെച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഒരു പ്രകടനം, ആവേശകരമായ മത്സരം, എന്തൊരു സുന്ദരമായ പറന്നു വെട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ പറന്നു വെട്ടാൻ ഏതാണ്ട് അട്ടിമറി വിജയത്തിന് വേണ്ടി ഉജ്ജ്വലമായ പ്രകടനത്തിന് വേണ്ടി കാഴ്ചവെക്കുന്ന സുന്ദരമായ മത്സരം, ആവേശമുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇഞ്ചുകളുടെ മത്സര വീര്യം കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ എത്ര മനോഹരമാണ്. പ്രിയപ്പെട്ടവരെ, 2 മത്സരത്തിന്റെ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനത്തിന് വേണ്ടി ഒഫീഷ്യൽ സ്റ്റേജിലേക്ക് ഗോതുരത്ത് 15ാമത് മുസരീസ് ജലോത്സവത്തിന്റെ ബി ഗ്രേഡിലെ ഫൈനൽ മത്സരത്തിൽ ബി ട്രാക്കിലൂടെ കടന്നു വന്ന വടക്കുംപുറം വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. ബി ട്രാക്കിലൂടെ കടന്നു വന്ന വടക്കുംപുറം വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. 2 ജലരാജാക്കന്മാരുടെ ഒരു പെരുങ്കളിയാട്ടമാണ്. കാരണം ഈ കഴിഞ്ഞ കോട്ടപ്പുറം ജലോത്സവത്തിലും മുസ്ലിംസ് ജലോത്സവത്തിന്റെ ട്രാക്കുകൾക്ക് മീതെ ഗരുഡൻ പറന്നിറങ്ങിയെങ്കിൽ ഇന്ന് ഈ മുസ്ലിംസ് ജലോത്സവ ട്രാക്കിന് മീതെ ഗരുഡന് പറന്നിറങ്ങാനാകുമോ അതോ ഗോതിരത്ത് പുത്രൻ ഗരുഡനെ പിടിച്ചു കെട്ടുമോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷ നിറഞ്ഞ ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിന് വേദി ഒരുങ്ങുമ്പോൾ ഏ ട്രാക്കിലൂടെ ഗോതിരത്ത് പുത്രൻ ഗോതിരത്ത് കരയുടെ പൊന്നോമന പുത്രൻ ഗോതിരത്ത് കരയിലെ ഏകദേശം 250ഓളം വരുന്ന ഷെയർ ഹോൾഡേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ജലകായിക സമിതിയുടെ ഉടമസ്ഥതയിലുള്ള ഗോതുരുത്ത് പുത്രൻ എ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ജലകായിക സമിതി ഗോതുരുത്ത് അതിനെ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ന് ഈ ഗോതുരുത്ത് മുസ്ലിം ജലോത്സവത്തിൽ അണിയിച്ചെടുക്കുമ്പോൾ നിരഞ്ജൻ മേനോൻ അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായും മുഖ്യ സ്പോൺസറായും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജിത് രാജൻ അതിന്റെ മുൻപന്തിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ അടിയത്ത് സനുവുണ്ട്, അമരത്ത് ജിഫി ഫെലിക്സ് ഉണ്ട്. ഈ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഗരുഡൻ TBC കൊച്ചിൻ ടൗണിന്റെ കൈക്കരുത്തിൽ എയ്ഡൻ സ്റ്റെഫിൻ കല്ലറക്കൽ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ മധ്യ കേരളത്തിന്റെ ജലോത്സവത്തിന്റെ രാജകുമാരൻ എന്ന് ജലോത്സവ പ്രേമികൾ അങ്ങനെ ഒരു പേര് ചാർത്തി കൊടുത്തിട്ടുള്ള ശ്രീ KR രതീഷ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ സൂരജ് അതിന്റെ അണിയത്തുണ്ട്, ശരവണൻ ചേട്ടൻ അതിന്റെ അമരത്തുണ്ട്. എന്തായാലും ഈ വർഷം ജലോത്സവ ട്രാക്കുകളെ കീഴടക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെയും പറഞ്ഞു 3 സുഹൃത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള
ജിജോ മണവാളൻ കടമക്കുടിയും പ്രിയപ്പെട്ട നാസർക്കയും KR രതീഷും അങ്ങനെ 3 സുഹൃത്തുക്കൾ ഒരൊറ്റ മനസ്സോടെ കൈ കൊടുത്തപ്പോൾ മധ്യകേരളത്തിലേക്ക് പൊട്ടി വിരിഞ്ഞത് കളിവള്ളങ്ങളുടെ പെരും ദച്ചനായിട്ടുള്ള സാമാചാര്യയുടെ കരവിരുതിനാൽ ഒരു സുന്ദര സ്വപ്ന നൗക മധ്യകേരളത്തിലേക്ക് സമ്മാനിച്ചപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ തൃപ്രയാർ ജലോത്സവത്തിൽ തൃപ്രയാർ തേവരയുടെ തിരുനടയിൽ ആ ഗരുഡൻ ആ ജലോത്സവ ട്രാക്കിന് മീതെ പറന്നിറങ്ങി ആ ജലോത്സവ ട്രോഫികൾ അങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ആ ജൈത്രയാത്ര ആരംഭിച്ചുവെങ്കിൽ തൃപ്രയാറും കോട്ടപ്പുറവും GBR-ഉം കടന്ന് ഇന്നിതാ ഈ മുസ്ലിംസ് ജലോത്സവത്തിൽ ആദ്യമായി ഈ ട്രാക്കിനെ പുൽകുമ്പോൾ ഗോകുലത്ത് 15ാമത് മുസരീസ് ജലോത്സവത്തിന്റെ എ ഗ്രേഡിലെ ഫൈനൽ മത്സരത്തിൽ ബി ട്രാക്കിലൂടെ കടന്നു വന്ന ഗരുഡൻ വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ആൻ്റണി, റോബൻ ആൻഡ് ജോഷി മച്ച. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.